ഗ്രാമപഞ്ചായത്തിലേക്കും ബ്ലോക്ക് പഞ്ചായത്തിലേക്കും കൈപ്പത്തിയും കോണിയും പരസ്പരം ഏറ്റുമുട്ടുമ്പോൾ ജില്ലാ പഞ്ചായത്തിലേക്ക് മാത്രം കോണിയിൽ വോട്ടുകൾ ഏകീകരിക്കപ്പെടുമോ എന്നുള്ള വിഷയത്തിൽ ടി.പി. അഷ്റഫ് അലിക്ക് ആശങ്കയുണ്ട്. മന്ത്രി എ.പി. അനിൽകുമാറിൻ്റെ വണ്ടൂർ മണ്ഡലത്തിലാണ് കരുവാരകുണ്ട് ഡിവിഷൻ. അതുകൊണ്ട് തന്നെ ഇവിടെ ടി.പി. അഷ്റഫ് അലി തോറ്റാൽ കോൺഗ്രസിന് വണ്ടൂർ മണ്ഡലം തൊടാൻ അനുവദിക്കില്ല എന്നുള്ളതാണ് മുസ്ലിം ലീഗ് കോൺഗ്രസിന് നൽകിയിട്ടുള്ള മുന്നറിയിപ്പ്. എൻ്റെ പ്രചരണങ്ങളിൽ വളരെ സജീവമാണ് കോൺഗ്രസ് പാർട്ടി. എ.പി. അനിൽകുമാറും മന്ത്രി ആര്യാടൻ മുഹമ്മദുമാണ് നേരിട്ട് നേതൃത്വം കൊടുക്കുന്നത്. മാത്രമല്ല ഇവിടുത്തെ കോൺഗ്രസിൻ്റെ എല്ലാ നേതാക്കന്മാരും സ്ഥാനാർത്ഥി പര്യടനങ്ങളിൽ സജീവമായിട്ടുണ്ട്. ഞാൻ കോൺഗ്രസിൻ്റെ യോഗങ്ങളിൽ പങ്കെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ എൻ്റെ അഭ്യർത്ഥന ഉൾപ്പെടെയുള്ള ബാലറ്റ് ഡെമോ ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും കോൺഗ്രസ് പാർട്ടിയുടെ എല്ലാ പ്രവർത്തനവും സജീവമായി പങ്കെടുക്കുന്നുണ്ട്. ആനയും കുതിരയും സർവ്വസന്നാഹങ്ങളുമായാണ് എതിർ സ്ഥാനാർത്ഥി മാത്യു സെബാസ്റ്റ്യൻ്റെ പോരാട്ടം. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഒരു പാർട്ടിയുടെയും പിന്തുണയില്ലാതെ ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി കൂടിയാണ് മാത്യു സെബാസ്റ്റ്യൻ. ഓരോ ദിവസം കഴിയുന്നവരും വിജയപ്രതീക്ഷ കൂടി വരികയാണ്. കോൺഗ്രസിൻ്റെയും മുസ്ലിം ലീഗിൻ്റെയും ഒക്കെ പ്രവർത്തകർ എന്നോടൊപ്പമുണ്ട്. നേതാക്കളപ്പുറത്താണെങ്കിലും സാധാരണ പ്രവർത്തകർ ഇവിടെ ഈ വാർഡിലും ബ്ലോക്കിലും ഒറ്റയ്ക്ക് നിൽക്കുക, ജില്ലയിൽ വരുമ്പോൾ ഒരുമിക്കുക, അത് ജനങ്ങൾ തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. ഏതായിരുന്നാലും ഇവിടെ ടി.പി. അഷ്റഫ് അലി വിജയിച്ചില്ലെങ്കിൽ വണ്ടൂർ മണ്ഡലത്തിൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലെ പ്രധാന ചർച്ചാ വിഷയം ഇതുതന്നെയാകും. കരുവാരകുണ്ടിൽ നിന്നും ഡാറ്റസ് വേലായുധനൊപ്പം ബി.കെ. സുഹൈൽ, മീഡിയ 1.